പ്രിയ സുഹൃത്തുക്കളെ, നമസ്കാരം. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്കൂൾ തലത്തിൽ ക്ലാസ് മുറികളിൽ നടന്നുകൊണ്ടിരിക്കുന്ന അധ്യയന പ്രക്രിയയെക്കുറിച്ചാണ്. TTCയും BEd പഠനവും പരിശീലനവും ഒക്കെ കഴിഞ്ഞ് സ്കൂളിലെത്തുന്ന അധ്യാപകരോട് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയുന്ന മറുപടി എന്തായിരിക്കും? ഓവറോൾ ഡെവലപ്മെൻറ്റ് ഓഫ് ദി സ്റ്റുഡൻസ് എന്നല്ലേ? കുറച്ചുകൂടി വിശദമായി പറഞ്ഞാൽ കുട്ടികളെ ബൗദ്ധികമായും സാമൂഹികമായും സാംസ്കാരികമായും വൈകാരികമായും മാനസികമായും വളർത്തുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചുരുക്കത്തിൽ ഒരു പുതിയ തലമുറയെ എല്ലാ തരത്തിലും മെച്ചപ്പെട്ട നല്ല പൗരന്മാരായി രൂപപ്പെടുത്തിയെടുക്കുക എന്നതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമെന്ന് എല്ലാ അധ്യാപകർക്കും അറിയാം. എന്നാൽ ഇന്ന് നമ്മുടെ ക്ലാസ് മുറികളിൽ ഇങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസ ലക്ഷ്യം ഭാഗികമായി പോലും സാധ്യമാവുന്നുണ്ടോ? വളരെ നിരാശയോടെയാണ് പല അധ്യാപകരും ക്ലാസ്സിൽ നിന്ന് മടങ്ങിയെത്തുന്നത്. കുട്ടികളെ കൊണ്ട് ഒരു രക്ഷയുമില്ല, ആരും ഒന്നും പഠിക്കുന്നില്ല, പരീക്ഷയ്ക്ക് മാർക്കൊന്നുമില്ല, ഇങ്ങനെ പോകുന്നു അധ്യാപകരുടെ വിഷമങ്ങൾ. ഒന്ന് ചിന്തിച്ചാൽ ഒരു ക്ലാസ്സിൽ 30-35 കുട്ടികളുണ്ടെങ്കിൽ അതിലെത്ര കുട്ടികളുണ്ടാവും പഠനത്തിൽ മികവുറ്റവർ? 5-6 കുട്ടികൾ. വെരി പുവർ എന്ന ഗ്രൂപ്പിലും ഉണ്ടാവും 5-6 കുട്ടികൾ, അല്ലേ? ഭൂരിഭാഗം കുട്ടികളും ആവറേജ് ഗ്രൂപ്പിൽപ്പെടുന്നവരാണ്. ഈ രീതിയിലാണ് വിദ്യാലയങ്ങളിൽ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളെ തരംതിരിക്കുന്നത്. കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട ഒരു പുസ്തകം യഥാസമയത്ത് പഠിപ്പിച്ചു തീർക്കുക, കുട്ടികൾക്ക് പരീക്ഷകൾ നടത്തുക, നല്ല മാർക്ക് വാങ്ങാൻ കുട്ടികളെ ഒരുക്കുക, ഇതൊക്കെ മാത്രമാണോ അധ്യാപനം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതാണെങ്കിൽ പിന്നെ എന്തിനാണ് പല വിഷയങ്ങളിലും ഉപരിപഠനം കഴിഞ്ഞ് വീണ്ടും പ്രത്യേക അധ്യാപക പരിശീലന കോഴ്സുകൾ നടത്തപ്പെടുന്നത്? അധ്യാപക പരിശീലനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രധാന ആശയമാണ് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് അഥവാ പഠനോദ്ദേശങ്ങൾ. ഒരു പാഠഭാഗം പഠിക്കുന്നത് വഴി വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട വസ്തുതകൾ, ആർജിക്കേണ്ട പ്രായോഗിക വിജ്ഞാനം, പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ ചുറ്റുപാടിനെയും അവിടുത്തെ സംഭവങ്ങളെയും വിശകലനം ചെയ്യുവാനും ശരിയായി വിലയിരുത്തുവാനുമുള്ള കഴിവ്, ക്രിയാത്മകതയും മൂല്യബോധവും പുതിയ മനോഭാവങ്ങളും വിദ്യാർത്ഥികളിൽ സൃഷ്ടിക്കുക തുടങ്ങിയ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കുവാൻ കുട്ടികളെ പ്രാപ്തരാക്കുക എന്നതാണ് ഓരോ അധ്യാപകൻ്റെയും ഉത്തരവാദിത്വം. പാഠഭാഗം ഏത് വിഷയത്തിൽ നിന്നോ ഭാഷയിൽ നിന്നോ ആയിക്കൊള്ളട്ടെ, അതെല്ലാം മുൻപ് പറഞ്ഞ പഠന ലക്ഷ്യങ്ങൾ സഫലമാക്കാനുള്ള ടൂളുകൾ മാത്രമാണ്. പാഠഭാഗങ്ങളെക്കാൾ പഠന ലക്ഷ്യങ്ങളാണ് പ്രാധാന്യം അർഹിക്കുന്നതെന്ന് പല അധ്യാപകരും തിരിച്ചറിയാറില്ല. പലരും കുട്ടികളുടെ മാർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് മാത്രം ശ്രദ്ധിക്കുന്നതായി തോന്നാറുണ്ട്. വസ്തുതകൾ കുട്ടികളുടെ തലച്ചോറിലേക്ക് കുത്തിയിറക്കുന്ന ഒരു പ്രക്രിയ മാത്രമാണോ അധ്യാപനം? തങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി മനസ്സിലാക്കുകയും ഓർക്കുകയും പരീക്ഷയിൽ അതൊക്കെ എഴുതി നല്ല മാർക്ക് വാങ്ങുകയും ചെയ്യുന്ന കുട്ടികളോട് അധ്യാപകർക്ക് ഇഷ്ടക്കൂടുതൽ തോന്നാം. കാരണം തങ്ങളുടെ അധ്വാനത്തിന് ഫലമുണ്ടാകുന്നു എന്ന് അധ്യാപകർ മനസ്സിലാക്കുന്നത് കുട്ടികൾക്ക് ലഭിക്കുന്ന മാർക്ക് കണ്ടിട്ടാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ലഭിക്കുന്ന മാർക്കിന് പിന്നിൽ കുട്ടികളുടെ ഓർമ്മശക്തി മാത്രമാണ് പരിഗണിക്കപ്പെടുന്നത്. പരീക്ഷ എഴുതി മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ മിക്ക കുട്ടികളും പഠിച്ച പല കാര്യങ്ങളും മറന്നുപോകുന്നു. കാരണം അവരുടെ ലക്ഷ്യവും മാർക്ക് മാത്രമാണ്. അതിനർത്ഥം അറിവ് നേടാൻ വേണ്ടി പഠിക്കുക എന്ന വിദ്യാഭ്യാസ ലക്ഷ്യത്തിന് പകരം മാർക്ക് വാങ്ങാനായി പഠിക്കുക എന്ന പ്രക്രിയയാണ് ക്ലാസ് റൂമിൽ നടക്കുന്നതെന്നല്ലേ? മാർക്കിനൊപ്പം പ്രതീക്ഷിക്കുന്ന ലേണിംഗ് ഔട്ട്കംസ് നേടുന്ന കുട്ടികൾ ഒരു ക്ലാസ്സിൽ എത്ര പേരുണ്ടാവും? മാർക്ക് കുറഞ്ഞ കുട്ടികളുടെ മാതാപിതാക്കളെ അധ്യാപകർ വിളിപ്പിച്ച് കുട്ടിയുടെ പഠനത്തിൽ ശ്രദ്ധിക്കണം, മാർക്ക് വളരെ കുറവാണ് എന്നൊക്കെ ശകാരിക്കുമ്പോൾ മാതാപിതാക്കളും കുട്ടികളും ഒരുപോലെ സംഘർഷത്തിലാവുന്നു. മാർക്ക് മെച്ചപ്പെടുത്താനായി ട്യൂഷൻ ഏർപ്പെടുത്തുന്നതാണ് കണ്ടുപിടിക്കുന്ന ഒരു പ്രതിവിധി. ഓർമ്മശക്തി വിലയിരുത്തി അവാർഡുകളും പാരിതോഷികങ്ങളും നൽകപ്പെടുമ്പോൾ ക്രിയാത്മകതയും മൂല്യബോധവും പുതിയ മനോഭാവങ്ങളും ആർജിച്ചെടുത്ത ചില വിദ്യാർത്ഥികളെങ്കിലും ഒരു അംഗീകാരവും ലഭിക്കാതെ നിശബ്ദരായി ക്ലാസ് മുറികളിൽ ഉണ്ടാവില്ലേ? മാർക്കിന് ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്ന വിദ്യാഭ്യാസ രീതി കുട്ടികളെ എങ്ങനെ വളർത്താനാണ്? മാർക്ക് വാങ്ങുന്നു എന്നതിനപ്പുറം പഠിക്കുന്ന കാര്യങ്ങൾ നല്ല മനോഭാവങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിനോ സാമൂഹിക ബോധം ശാസ്ത്രബോധവും വളർത്തുന്നതിനോ കുട്ടികൾക്ക് ഉപകരിക്കുന്നില്ലെങ്കിൽ അത്തരമൊരു വിദ്യാഭ്യാസം കൊണ്ട് നമ്മുടെ നാടിന് എന്താണ് നേട്ടം? ഉദാഹരണത്തിന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന
ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്ര സംഭവമാണല്ലോ ദണ്ഡി യാത്ര. ഇത് സാമൂഹിക ശാസ്ത്ര ക്ലാസ്സിലെ ഒരു പാഠഭാഗമാണെന്ന് കരുതാം. കടൽ വെള്ളം വറ്റിച്ചുണ്ടാക്കുന്ന നിത്യോപയോഗ സാധനമായ ഉപ്പിന് പോലും ബ്രിട്ടീഷുകാർ നികുതി ചുമത്തിയതിനെതിരെ ഗാന്ധിജി 1930 മാർച്ച് 12-ന് 70ഓളം വരുന്ന സന്നദ്ധ പ്രവർത്തകരുമായി സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് 387 കിലോമീറ്റർ 24 ദിവസം കൊണ്ട് കാൽനടയായി യാത്ര ചെയ്ത് സമരം നടത്തി. ദണ്ഡി യാത്രയെ സംബന്ധിക്കുന്ന വസ്തുനിഷ്ഠമായ ഈ കാര്യങ്ങൾ പഠനത്തിൽ മികച്ച കുട്ടികൾ പരീക്ഷയ്ക്കെഴുതി മാർക്ക് വാങ്ങും. എന്നാൽ മറ്റു ചില കുട്ടികൾക്ക് അത്തരം കാര്യങ്ങൾ അതേപോലെ ഓർത്തു വയ്ക്കാനോ ആ ഭാഗത്തു നിന്നും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാർക്ക് വാങ്ങാനോ കഴിയില്ലായിരിക്കും. എന്നാൽ അവരിൽ ചിലരെങ്കിലും ഗാന്ധിജിയെക്കുറിച്ച് ചിന്തിക്കും. സാധാരണക്കാരന് നീതി നടപ്പാക്കാൻ എത്ര ശക്തമായ ഒരു സമരമാണ് അദ്ദേഹം നടത്തിയതെന്നും അനീതിയെ ചെറുക്കാൻ അക്രമരഹിതമായ മാർഗം സ്വീകരിച്ച ഗാന്ധിജിയെപ്പോലെ താനും നീതിക്ക് വേണ്ടി നിലകൊള്ളുമെന്നും ആർക്കും നീതി നിഷേധിക്കുകയില്ലെന്നും തീരുമാനമെടുക്കുന്ന ആ കുട്ടികൾക്കുണ്ടാകുന്ന നല്ല മനോഭാവവും സാമൂഹിക ബോധവും ആരും തിരിച്ചറിയുന്നില്ല, വിലയിരുത്തപ്പെടുന്നുമില്ല. മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം മൂല്യനിർണ്ണയം നടത്തുമ്പോൾ മറ്റു വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളും നേടിയെടുക്കുന്ന കുട്ടികൾ അതേ ക്ലാസ് മുറികളിൽ ഉണ്ടാവാമെന്ന കാര്യം അധ്യാപകർ മറന്നുപോകരുത്. മനോഭാവത്തിലും സാമൂഹിക ബോധത്തിലും ശാസ്ത്രബോധത്തിലും മേന്മയുള്ള അത്തരം കുട്ടികളെ കൂടി പ്രോത്സാഹിപ്പിച്ച് പ്രബുദ്ധരായ പൗരന്മാരാക്കുന്നതാണ് അധ്യാപകരുടെ ഉത്തരവാദിത്വം. ഓർമ്മശക്തിയുടെ ബലത്തിൽ പഠിച്ച ക്ലാസ്സുകളിലെല്ലാം മികച്ച മാർക്ക് വാങ്ങി മെച്ചപ്പെട്ട അവസരങ്ങൾ നേടിയെടുക്കുന്നവരെക്കാൾ എത്രയോ ഉയരത്തിലായിരിക്കും സമൂഹത്തിൻ്റെ ഭാഗമായി ജീവിക്കുവാനും ചിന്തിക്കുവാനും സാധിക്കുന്ന ഒരു വ്യക്തിയുടെ സ്ഥാനം. കുട്ടികളെ അവരുടെ കഴിവിനും പ്രത്യേകതകൾക്കും അനുസരിച്ച് പഠിക്കാൻ സഹായിക്കുകയും സാമൂഹിക പ്രതിബദ്ധതയുള്ളവരായി വളർത്തുകയും ചെയ്യുന്ന ഇടങ്ങളാവട്ടെ നമ്മുടെ ക്ലാസ് മുറികൾ.